CASF-ൻ്റെ പുതിയൊരു റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അതായത് സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സിൻ്റെ പുതിയൊരു റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ഇതിലേക്ക് പെർമനൻറ്റ് വാക്കൻസിയാണ്. ഇതിലേക്ക് നിങ്ങൾക്ക് കോൺസ്റ്റബിൾ ഡ്രൈവർ എന്ന് പറയുന്ന തസ്തികയിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് SSLC ആണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള യോഗ്യത. അപ്പോൾ ഇതിലേക്ക് ആദ്യം തന്നെ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റും ഫിസിക്കൽ സ്റ്റാൻഡേർഡ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെല്ലാം വിശദമാക്കാം. എങ്ങനെയാണ് ഇതിലേക്കുള്ള സെലക്ഷൻ, എങ്ങനെ നമുക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം ഓൺലൈനായിട്ട് തുടങ്ങിയുള്ള കാര്യങ്ങളെല്ലാം വിശദമാക്കുന്ന വീഡിയോ ആണ്. എക്സാം സ്കീം എങ്ങനെയാണ് തുടങ്ങിയുള്ള കാര്യങ്ങളും അതോടൊപ്പം നിങ്ങൾക്ക് പഠിക്കാൻ സ്യൂട്ടബിൾ ആയിട്ടുള്ള സ്റ്റഡി മെറ്റീരിയൽസ് ഒക്കെ സജസ്റ്റ് ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണുക. നിങ്ങളുടെ കൂട്ടുകാരുടെ മാക്സിമം അവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയിട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് വെക്കുക. ഇതിൻ്റെ അപ്ഡേഷൻസ് കാര്യങ്ങളൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി നമ്മുടെ സോഷ്യൽ മീഡിയാസ് ഒക്കെ നിങ്ങളൊന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ സോഷ്യൽ മീഡിയ കിട്ടണമെങ്കിൽ നമ്മുടെ വെബ്സൈറ്റാണ് GOCL എജുലാൻഡ്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വെബ്സൈറ്റിലെത്തും. താഴെ സ്ക്രോൾ ഡൗൺ ചെയ്താൽ നിങ്ങൾക്ക് കാണാം. വാട്സാപ്പ് ചാനലുണ്ട്, ടെലഗ്രാം ചാനലുണ്ട്, ഫേസ്ബുക്ക് പേജുണ്ട്. ഇതൊക്കെ ഫോളോ ചെയ്യുക. പിന്നെ ഏറ്റവും താഴോട്ട് സ്ക്രോൾ ഡൗൺ ചെയ്യുക. ഫോളോവേഴ്സ് നമ്മുടെ ഇൻസ്റ്റയുടെ ഒക്കെ ലിങ്ക് ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് നിങ്ങൾ ഫോളോ ചെയ്തില്ല. അപ്പോൾ നിങ്ങൾക്ക് എല്ലാ അപ്ഡേഷൻസും കറക്റ്റ് ടൈമിൽ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ അത് മറക്കണ്ട. നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഒന്ന് നിങ്ങൾ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അതിൽ നമുക്കിങ്ങനെ പോസ്റ്റായിട്ടൊക്കെ വളരെ എളുപ്പത്തിൽ ഇടാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ ഇതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനിലേക്ക് വരാം. ഇതാണ് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ. നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന കൂടെ കാണാം. സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സ് എന്ന് പറയുന്നത് കൂടെ കാണാം നിങ്ങൾക്ക്. റിക്രൂട്ട്മെൻറ്റ് ഓഫ് കോൺസ്റ്റബിൾ ഡ്രൈവർ. അപ്പോൾ കോൺസ്റ്റബിൾ അല്ലെങ്കിൽ ഡ്രൈവർ എന്ന് പറയുന്ന തസ്തികയിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ കോൺസ്റ്റബിൾ ഡ്രൈവർ കം പമ്പ് ഓപ്പറേറ്റർ, ഇങ്ങനെ 2 തസ്തികയിലേക്കാണ് വിളിച്ചിരിക്കുന്നത് കേട്ടോ. 2 കാറ്റഗറി. ഇതിൻ്റെ ഓൺലൈൻ അപേക്ഷ സ്റ്റാർട്ട് ചെയ്യുന്നത് നമുക്ക് ഫെബ്രുവരി 3 മുതൽ, അതായത് നമ്മൾ വീഡിയോ ചെയ്യുന്നത് ഫെബ്രുവരി 3 ഇന്ന് മുതലാണ് ഓൺലൈൻ അപേക്ഷ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓൺലൈൻ അപേക്ഷയുടെ ക്ലോസിംഗ് ഡേറ്റ് എന്ന് പറയുന്നത് 4/3. നിങ്ങൾക്ക് മാർച്ച് 4 വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാനുള്ള സമയമുണ്ട്. അപ്പോൾ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് മാക്സിമം ഷെയർ ചെയ്യുക. ഇതിലേക്ക് ഫീമെയിൽ കാൻഡിഡേറ്റ്സ് എലിജിബിൾ അല്ല. മെയിൽ കാൻഡിഡേറ്റ്സിന് മാത്രമേ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ മെയിൽ കാൻഡിഡേറ്റ്സ് മാത്രം ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇതിൻ്റെ പേ ലെവലിലൂടെ കാണാം 3 ആണ്. 21,700 മുതൽ 69,100 ഇതിൻ്റെ സ്കെയിൽ വരുന്നത്. പ്ലസ് നിങ്ങൾക്ക് എന്താണ് കിട്ടുന്ന സാധാരണ അലവൻസും സെൻട്രൽ ഗവൺമെൻറ് എംപ്ലോയീസിന് കിട്ടുന്ന അലവൻസും കാര്യങ്ങളൊക്കെ അതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇതിലേക്ക് 2 പോസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. കാറ്റഗറി പോസ്റ്റ് ഉണ്ട്. 2ലേക്കും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒറ്റ അപേക്ഷയിൽ തന്നെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. നിങ്ങൾ പ്രിഫറൻസ് കൊടുത്താൽ മതി. അതെങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ വിശദമാക്കി തരാം. അതോടൊപ്പം തന്നെ ഇതിൻ്റെ റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സിൽ വരുന്നത് ആദ്യം നമുക്ക് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റാണ് ഉണ്ടായിരിക്കുക. അതിൻ്റെ ക്രൈറ്റീരിയ ഞാൻ പറയാം. അത് കഴിഞ്ഞിട്ട് ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റ് ഉണ്ടായിരിക്കും. അതിൻ്റെ കൂടെ തന്നെ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ, ട്രേഡ് ടെസ്റ്റിങ്ങിനാണ് ഒരു ഘട്ടം വരുന്നത്. രണ്ടാമത്തെ ഘട്ടമാണ് നിങ്ങൾക്ക് റിട്ടൺ എക്സാമിനേഷൻ ഉണ്ടായിരിക്കുക, അല്ലെങ്കിൽ ഈ പറയുന്ന OMR ബേസ്ഡ് നിങ്ങൾക്ക് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ഉണ്ടായിരിക്കുക. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് മെഡിക്കൽ എക്സാമിന് മെഡിക്കലി നമ്മൾ ഫിറ്റ് ഓർ അൺഫിറ്റ് ഉള്ള കണ്ടീഷനാണ്. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ സെലക്ഷൻ പ്രോസസ്സിൽ വരുന്നത്. അതിൻ്റെ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറയുന്നതാണ്. ഇനി വേക്കൻസിയിലേക്ക് നമുക്ക് വരാം. വേക്കൻസിയിലും കൂടെ കാണാം 1124 വേക്കൻസിയാണ് നിലവിൽ വിളിച്ചിരിക്കുന്നത്. കോൺസ്റ്റബിൾ ഡ്രൈവറിലേക്ക് നിങ്ങൾക്ക് 845 വേക്കൻസിയും ഈ പറയുന്ന ഡ്രൈവർ കം പമ്പ് ഓപ്പറേറ്റർ എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് 279 വേക്കൻസിയാണ് വന്നിരിക്കുന്നത്. പിന്നെ എക്സ് സർവീസ്മാന് റിസർവ് ആയുള്ള വേക്കൻസി ഇവിടെ നിങ്ങൾക്ക് കാണാം. 10% അവർക്ക് റിസർവ് വേക്കൻസിയാണ്. പിന്നെ അതിൽ ജനറൽ SC ST OBCയുടെ വേക്കൻസി റിസർവേഷനൊക്കെ നിങ്ങൾക്ക് ഇതിൽ കാണാവുന്നതാണ്. ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് പ്യുവർലി ടെമ്പററി നിങ്ങൾ കാണുന്നുണ്ട്. ഇത് കണ്ട് നിങ്ങൾ വറിയിടാണ്ട് ആവശ്യമില്ല. നിങ്ങൾക്കിവിടെ കാണാം ബട്ട് ലൈക്ലി ടു ബിക്കം പെർമനൻറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ അധിക നോട്ടിഫിക്കേഷനിൽ ഇപ്പോൾ കണ്ടുവരുന്നൊരു കാര്യമാണ്. ഇനീഷ്യലി നമ്മൾ റിക്രൂട്ട് ചെയ്യുന്നത് ടെമ്പററി എന്നുള്ള ആ ഒരു കാറ്റഗറിയിലാണെങ്കിലും നമ്മളെ പെർഫോമൻസും നമ്മളെ ഈ പറയുന്ന അതത് ഇൻഡസ്ട്രിയുടെ ആവശ്യത്തിനൊക്കെ അനുസരിച്ച് അത് പെർമനൻ്റ് ആക്കും. അപ്പോൾ നമുക്കിതിന് പെർമനൻറ്റ് പോസ്റ്റ് തന്നെ ആയിട്ടാണ് നമ്മളിത് കൺസിഡർ ചെയ്യുന്നത്. ഒരിക്കലും ഇത് ടെമ്പററി പോസ്റ്റ് അല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അത് ജസ്റ്റ് ഒരു ഡിസ്ക്ലൈമർ പോലെ കൊടുത്തതാണ്. ഇനി നമുക്ക് ഈവൻ നമ്മൾ പെർഫോമൻസ് ഒക്കെ ലോ ആണെങ്കിൽ മേ ബി നമ്മൾ എന്ത് ചെയ്യും, അതിന് ടെർമിനേറ്റ് ചെയ്യപ്പെടാം എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇത് പെർമനൻറ്റ് വേക്കൻസിയാണ്. ഇനി ഇത് കണ്ട നിങ്ങൾ എന്ത് ചെയ്യേണ്ട, കമൻറ്റായിട്ട് ചോദിക്കേണ്ട കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ടെമ്പററി അടിസ്ഥാനത്തിലാണ് റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നതെങ്കിലും നിങ്ങൾക്കൂടെ കാണാം ബട്ട് ലൈക്ലി ടു ബിക്കം പെർമനൻറ്റ്, അതായത് പെർമനൻ്റ് ആകും സാധ്യതയുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ആ സാധ്യത അങ്ങനെ തന്നെയാണ് നടക്കാറ്. അപ്പോൾ ജസ്റ്റ് അതിൻ്റെ ഒരു ഡിസ്ക്ലൈമർ ആയിട്ട് പറയുന്നതാണ്. അപ്പോൾ നിങ്ങളത് കണ്ട് വറിയിടാണ്ട. പെർമനൻറ്റ് വേക്കൻസി ആയിട്ട് തന്നെ നമ്മളത് കൺസിഡർ ചെയ്യുക. ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് ഓൺലൈനായിട്ടാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ID കാർഡിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കുക. അതൊക്കെ നിങ്ങൾ കറക്റ്റായിട്ട് നിങ്ങളുടെ ID കാർഡിൽ എങ്ങനെയാണോ ഡീറ്റെയിൽസ് ഇതുപോലൊക്കെ തന്നെ കൊടുക്കുക. ഇനി ആധാർ കാർഡൊന്നും അങ്ങനെ അല്ലെങ്കിൽ നിങ്ങളുടെ SSLC ബുക്കിൽ അതുമാതിരി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആധാർ കാർഡ് എന്ത് ചെയ്യാം, ഡീറ്റെയിൽസ് ഒക്കെ അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും. അത് പേരും ഇനിഷ്യലൊക്കെ വെച്ച് നിങ്ങൾക്ക് അല്ലെങ്കിൽ ഡേറ്റ് ഓഫ് ബർത്തിലൊക്കെ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാക്കി കറക്റ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ അപ്ലൈ ചെയ്യുക. ഇനി അതോടൊപ്പം തന്നെ ഈ ID കാർഡ് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ഈ ID കാർഡ് നമ്മൾ എന്ത് ചെയ്യും, ഈ പറയുന്ന റിക്രൂട്ട്മെൻറ്റിൻ്റെ വിവിധ സ്റ്റേജസിൽ നമ്മൾ എന്ത് ചെയ്യണം, കൊണ്ടുപോകണം. അതുകൊണ്ട് നിങ്ങളത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതൊക്കെ കൊടുക്കുമ്പോൾ, ഡീറ്റെയിൽസ് കൊടുക്കുമ്പോൾ. ഇനി റിക്രൂട്ട്മെൻറ്റ് സ്റ്റേജസ് ഓൾറെഡി ഞാൻ പറഞ്ഞു. ഒന്നാമത്തെ ഘട്ടം
ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ്, അതോടൊപ്പം തന്നെ ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റ്, അതിൻ്റെ കൂടെ തന്നെ ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ, ട്രേഡ് ടെസ്റ്റ്, ഇങ്ങനെ നാല് കാര്യങ്ങൾ ഒന്നാമത്തെ സ്റ്റേജിൽ വരുന്നുണ്ട്. പിന്നെ രണ്ടാമത്തെ സ്റ്റേജിൽ OMR അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ഉണ്ടായിരിക്കുക. ഇവിടെ കാണാം മെഡിക്കൽ എക്സാമിനേഷനാണ്, അത് കഴിഞ്ഞിട്ടുണ്ടായിരിക്കുക ഡീറ്റെയിൽഡ്. ഓക്കെ, മെഡിക്കലി ഫിറ്റ് ഓർ അൺഫിറ്റ് എന്നുള്ളത്. ഇനി ഇതിൻ്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയയിൽ ഏജ് ലിമിറ്റാണ് നമ്മൾ നോക്കുന്നത്. 21 മിനിമം ഏജ് ലിമിറ്റ് വരുന്നത്. മാക്സിമം 27 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. 4/3/2025 കണക്കാക്കിയാണ് ഏജ് കണക്കാക്കുന്നത്. അപ്പോൾ മിനിമം 21, മാക്സിമം 27. OBC NCL കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ 30 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. ഇനി SC/ST കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ 32 വയസ്സ് വരെയും അപ്ലൈ ചെയ്യാവുന്നതാണ്. എക്സ് സർവീസ്മാനൊക്കെ നിശ്ചയമുള്ള ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കും, നമ്മൾ പറഞ്ഞു. ഇനി ഇതിൻ്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനാണ് നിങ്ങളുടെ കാണാൻ. മെട്രിക്കുലേഷൻ ജസ്റ്റ് നിങ്ങൾ SSLC പാസ്സായിരിക്കുക, നിങ്ങൾക്ക് 10th ക്ലാസ് നിങ്ങൾ പാസ്സായിരിക്കുക എന്നുള്ളതാണ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ. ഓക്കെ, SSLC അല്ലെങ്കിൽ 10th നിങ്ങൾ 10ാം ക്ലാസ് പാസ്സായിരിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ വേണ്ടത്. അതിന് തുല്യമായുള്ള ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. ഇനി അതോടൊപ്പം തന്നെ അതിൻ്റെ കൂടെ നിങ്ങൾക്ക് എന്ത് വേണം? ഈ പറയുന്ന ഡ്രൈവർ എന്ന് പറയുന്ന തസ്തിക ആയതുകൊണ്ട് നിങ്ങൾക്ക് അറിയാമല്ലോ, ഡ്രൈവിംഗ് ലൈസൻസ് വേണം. ഏതൊക്കെ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കണം എന്ന് വെച്ചാൽ ഹെവി ലൈസൻസ് വേണം, അതോടൊപ്പം തന്നെ ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ ലൈസൻസ് വേണം, മോട്ടോർ സൈക്കിൾ വിത്ത് ഗിയർ ലൈസൻസ് വേണം. ഈ 3 കാറ്റഗറിയുള്ള ലൈസൻസും ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ. അപ്പോൾ നിങ്ങളുടെ കൂട്ടുകാരെ പരിചയത്തിലൊക്കെ ഉണ്ടെങ്കിൽ മാക്സിമം അതിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇനി എക്സ്പീരിയൻസും ഇതിലേക്ക് വേണം. 3 വർഷത്തെ എക്സ്പീരിയൻസ് നമുക്ക് വേണം. ഈ പറയുന്ന ഹെവി മോട്ടോർ വെഹിക്കിൾ ഡ്രൈവിംഗ് ലൈസൻസിലും അതുപോലെ ട്രാൻസ്പോർട്ട് വെഹിക്കിൾ അല്ലെങ്കിൽ ഈ പറയുന്ന ഏതെങ്കിലും ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ അല്ലെങ്കിൽ വിത്ത് ഈ പറയുന്ന മോട്ടോർ സൈക്കിൾ വിത്ത് ഗിയർ ആയിട്ടുള്ള ഈ ഒരു ഏതെങ്കിലും പറഞ്ഞിരിക്കുന്ന ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് എന്താണ് 3 വർഷത്തെ എക്സ്പീരിയൻസ് വേണം. അപ്പോൾ എക്സ്പീരിയൻസ് അവർ കൗണ്ട് ചെയ്യുന്നത് നിങ്ങളുടെ ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ ലൈസൻസ് എന്നാണോ നിങ്ങൾക്ക് ഇഷ്യൂ ചെയ്തത് അന്ന് മുതലുള്ള ഡേറ്റ് വെച്ചിട്ടാണ് എക്സ്പീരിയൻസ് കൗണ്ട് ചെയ്യുന്നത്. അപ്പോൾ എലിജിബിൾ ആണോ നോക്കട്ടെ നിങ്ങൾ. ഇനി ഇതിൽ ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ഉണ്ട്, അപ്പോൾ എക്സ്പീരിയൻസ് മസ്റ്റാണ്. അപ്പോൾ ഫിസിക്കൽ സ്റ്റാൻഡേർഡിൽ ഞാൻ പറയാം, ഇതിലേക്ക് നിങ്ങൾക്ക് കാണാം ഈ പറയുന്ന 167 സെൻറ്റിമീറ്ററാണ് ഹൈറ്റ് വരുന്നത്. ചെസ്റ്റ് നോർമലിൽ 80 സെൻറ്റിമീറ്റർ, എക്സ്പാൻഡഡ് കണ്ടീഷനിലേക്ക് നമുക്കൊരു 85 എത്തിക്കാൻ പറ്റണം എന്നുള്ളതാണ്. 5 സെൻറ്റിമീറ്റർ എക്സ്പാൻഷൻ റേറ്റ് വേണം. ഓക്കെ, അപ്പോൾ അതാണ് അതിൻ്റെ ഫിസിക്കൽ സ്റ്റാൻഡേർഡ് വരുന്നത്. ഇനി ഇതിൽ തന്നെ നിങ്ങൾ ST കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ 160 സെൻറ്റിമീറ്റർ ഹൈറ്റ് മതി, 76 സെൻറ്റിമീറ്റർ ചെസ്റ്റും, അത് എക്സ്പാൻഡഡിലേക്ക് വരുമ്പോൾ 81 സെൻറ്റിമീറ്റർ ആണെന്നുള്ളതാണ്. ഇനി മെഡിക്കൽ സ്റ്റാൻഡേർഡ്, മെഡിക്കലി നമ്മൾ ഫിറ്റ് ആയിരിക്കണം. അതിൽ ഐസൈറ്റൊക്കെ നിയർ വിഷൻ ആണെങ്കിൽ നിങ്ങൾക്കിവിടെ കാണാം N6ഉം, അതുപോലെ ഡിസ്റ്റൻറ്റ് വിഷൻ ആണെങ്കിൽ 6/6 2 കണ്ണിനും ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. അത് വിത്തൗട്ട് ഗ്ലാസ്സിലാണ് കേട്ടോ പറയുന്നത്. പിന്നെ നിങ്ങൾക്ക് ഈ പറയുന്ന ബൈനോക്കുലർ വിഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കണം. ഇതൊക്കെ ജസ്റ്റ് നിങ്ങൾ നോക്കുക കേട്ടോ. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക. ഇനി അടുത്തതായിട്ട് നമ്മൾ പറയുന്നത് ഓക്കെ എങ്ങനെയാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഓൺലൈനായിട്ടാണ്. അപ്പോൾ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്കിതിൻ്റെ ഒരു റിക്രൂട്ട്മെൻറ്റ് ഈ പറയുന്ന സെക്ടറുകൾ ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതായത് ഇപ്പം സദേൺ സെക്ടറിൽ വരുന്നതാണ് നമ്മുടെ കേരള, ലക്ഷദ്വീപ്, തമിഴ്നാട്. ഓക്കെ, അപ്പോൾ നമുക്ക് അതുമായി ബന്ധപ്പെട്ട് നമുക്ക് ചെന്നൈയിലൊക്കെ ആയിരിക്കും ഇതിൻ്റെ റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സുകൾ, അതായത് ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ നമ്മൾ പോകേണ്ടി വരാം. ഓക്കെ, ഇനി അടുത്ത് നിങ്ങൾക്ക് ഇതിൻ്റെ ഓൺലൈൻ അപ്ലിക്കേഷൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ റീസെൻ്റ് ആയുള്ള പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫൊക്കെ അപ്ലോഡ് ചെയ്യണം. അപ്പോൾ ഫോട്ടോഗ്രാഫ് നമ്മൾ എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതിൽ ഡേറ്റ്, ഫോട്ടോഗ്രാഫിൻ്റെ അടിയിൽ ഫോട്ടോ എടുത്ത ഡേറ്റ് പ്രിൻറ്റ് ചെയ്തിരിക്കണം. പേര് വേണ്ട, ഡേറ്റ് മാത്രം മതി. ഫോട്ടോ എടുത്ത ഡേറ്റ് പ്രിൻറ്റ് ചെയ്തിരിക്കണം. അപ്പോൾ ഫോട്ടോയുടെ അടിയിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഫോട്ടോ എടുത്ത ഡേറ്റ് നിങ്ങൾ പ്രിൻറ്റ് ചെയ്തിരിക്കണം. അങ്ങനെ പ്രിൻറ്റ് ചെയ്യാത്ത ഫോട്ടോ ആണെങ്കിൽ അത് റിജക്റ്റ് ചെയ്യുന്ന പ്രത്യേകമായിട്ട് ഇവിടെ പറയുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഡയമെൻഷനൊക്കെ ഇവിടെ പറയുന്നുണ്ട്. അതുപോലെ ഫയൽ സൈസ് 20 KB to 50 KB ഫയൽ സൈസ് ആയിരിക്കണം. ഡയമെൻഷൻ 3.5 cm × 4.5 cm ആയിരിക്കണം. അതുപോലെ സിഗ്നേച്ചർ നമ്മൾ അപ്ലോഡ് ചെയ്യണം. 10 KB to 20 KB ഫയൽ സൈസിൽ ആയിരിക്കണം. പിന്നെ മറ്റു ഡോക്യുമെൻറ്റ്സ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം? PDF ഫോർമാറ്റിലേക്ക് ആക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ലെസ് ദാൻ നമ്മൾ എന്ത് ചെയ്യണം? 1 MB താഴെയായിട്ട് നമ്മൾ ആക്കിയിട്ട് അപ്ലോഡ് ചെയ്യണം. പിന്നെ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ഒരു അപേക്ഷയിൽ തന്നെ 2 പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾക്ക് കോൺസ്റ്റബിൾ ഡ്രൈവർ എന്ന് പറയുന്ന പോസ്റ്റിലേക്കാണെങ്കിലും കോൺസ്റ്റബിൾ DCP എന്ന് പറയുന്ന പോസ്റ്റിലേക്കാണെങ്കിലും നിങ്ങൾക്ക് ഈ രീതിയിൽ ഫസ്റ്റ് സെക്കൻഡ് എന്നുള്ള പ്രിഫറൻസും നേരെ തിരിച്ച് നിങ്ങൾക്ക് DCP ആണ് ആദ്യം വേണമെങ്കിൽ അത് ഫസ്റ്റ്, മറ്റേ സെക്കൻഡ് എന്നുള്ള ലെവലിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇത് പ്രിഫറൻസ് കൊടുക്കാനുള്ള ഓപ്ഷൻ ഓൺലൈൻ ഫോമിൽ ഉണ്ടാവും. അതനുസരിച്ച് നിങ്ങൾ കൊടുക്കുക കേട്ടോ. ഇനി അപേക്ഷാ ഫീസ് 100 രൂപയാണ് അപേക്ഷാ ഫീസ് വരുന്നത്. SC/ST എക്സ് സർവീസ്മെൻ കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർക്ക് ഫ്രീ ആയിട്ട് അപ്ലൈ ചെയ്യാം. അപ്പോൾ അപേക്ഷാ ഫീസ് നിങ്ങൾക്ക് ഏതെങ്കിലും ബാങ്കിൻ്റെ ATM കാർഡ് യൂസ് ചെയ്ത് എന്തെങ്കിലും ഈസി ആയിട്ട് UPI ഒക്കെ ഉപയോഗിച്ചിട്ട് ഫീ അടയ്ക്കാവുന്നതാണ്. ഓൺലൈൻ അപ്ലൈ ചെയ്യുന്ന സമയത്ത് തന്നെ അതിൻ്റെ ലിങ്ക് കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. ഇനി റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സിൽ നമ്മൾ പറഞ്ഞു ഒന്നാമത്തെ കാര്യം നമുക്ക് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റാണ്. അതിൽ തന്നെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഹൈറ്റ് ബാർ ടെസ്റ്റാണ്. നമ്മുടെ ഹൈറ്റാണ് ചെക്ക് ചെയ്യുക. അപ്പോൾ അത് സ്റ്റേജ് 1 നമുക്ക് ഈ പറയുന്ന ഹൈറ്റ് ബാർ ടെസ്റ്റ് നമ്മൾ ഒരു നിശ്ചിത ഹൈറ്റ് ബാർ ഉണ്ടാകും, അതിൻ്റെ ഉള്ളിലൂടെ നമ്മളെ കടത്തിവിടും. നമ്മൾ ഓക്കെ ആണെങ്കിൽ, ഇല്ലെങ്കിൽ നമ്മളെ അതിൽ ഒഴിവാക്കും. ഓക്കെ, പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റാണ്. ഹൈറ്റ് ബാർ നിങ്ങൾ പാസ്സായാൽ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ഉണ്ടായിരിക്കുക. അത് നിങ്ങൾക്ക് 800 മീറ്റർ ഓടാൻ 3 മിനിറ്റും 15 സെക്കൻഡും ടൈം ഉണ്ടായിരിക്കും. അതിൻ്റെ ഉള്ളിൽ ഓടിത്തണം. ലോങ് ജമ്പ് 11 ഫീറ്റാണ്. ഹൈ ജമ്പ് 3 feet to 6 inches നിങ്ങൾ ചാടി എത്തണം എന്നുള്ളതാണ്. 3 ഇവൻ്റാണ് ഉണ്ടായിരിക്കുക ഫിസിക്കൽ എഫിഷ്യൻസിയിൽ.
അത് ജസ്റ്റ് 3 ദിവസം നിങ്ങൾ ക്വാളിഫൈ ചെയ്യാന്നുള്ളതാണ്. അത് കഴിഞ്ഞാൽ നിങ്ങൾ സക്സസ്ഫുള്ളി ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് കഴിഞ്ഞാൽ പിന്നെ ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റാണ്. അത് നിങ്ങൾ ഹൈറ്റും ചെസ്റ്റും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അതിൽ നോക്കുക. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ കാര്യങ്ങളുണ്ടാകും. എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് എന്ന് ഇവിടെ പറയുന്നുണ്ട്, ആ സമയത്ത് നോക്കിയാൽ മതി. ഇനി അത് കഴിഞ്ഞിട്ട് ട്രേഡ് ടെസ്റ്റാണ്. ആ ട്രേഡ് ടെസ്റ്റ് നിങ്ങൾക്ക് ഡ്രൈവിംഗ് ടെസ്റ്റ് ഉണ്ടായിരിക്കും, ലൈറ്റ് വെഹിക്കിളിൻ്റെ അതിന് 50 മാർക്കാണ് ഉണ്ടായിരിക്കുക. അത് കഴിഞ്ഞിട്ട് ഹെവി വെഹിക്കിളിൻ്റെ ഡ്രൈവിംഗ് ടെസ്റ്റ് ഉണ്ടാകും 50 മാർക്ക്. പിന്നെ നിങ്ങൾക്ക് മോട്ടോർ മെക്കാനിക്സുമായി ബന്ധപ്പെട്ട് പ്രാക്ടിക്കൽ നോളജ് ചെക്ക് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ചെറിയ ചെറിയ റിപ്പയറിംഗ് വർക്ക് തരും, അതിന് 30 മാർക്ക്. ഇങ്ങനെയാണ് വെയിറ്റേജ് വരിക. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഈ പറയുന്ന ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റിലും ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റും അതുപോലെ ട്രേഡ് ടെസ്റ്റും നിങ്ങൾ ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാലാണ് നിങ്ങൾക്ക് റിട്ടൺ എക്സാമിനേഷനിലേക്ക് നിങ്ങൾക്ക് നിങ്ങളെ പെർമിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങളെ ഈ പറയുന്ന റിട്ടൺ എക്സാമിനേഷൻ നമുക്ക് അപ്പിയർ ചെയ്യാൻ പറ്റുക. ഓക്കെ, അങ്ങനെ നമുക്ക് റിട്ടൺ എക്സാമിനേഷന് നമുക്ക് ഒബ്ജക്റ്റീവ് ടൈപ്പ് ആയിട്ടുള്ള മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റൻ ആയിരിക്കും. 100 മാർക്സിനുള്ള 100 ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ അതിൽ നിങ്ങൾക്ക് പാർട്ട് എയിൽ വരുന്ന ജനറൽ നോളജ് ഓർ അവയർനെസ് ആണ് 20 ക്വസ്റ്റ്യൻ 20 മാർക്ക്. പാർട്ട് ബിയിൽ വരുന്ന ജനറൽ നോളജ് ഓഫ് എലിമെൻ്ററി മാത്തമാറ്റിക്സും അതുപോലെ അടുത്ത് പാർട്ട് സിയിൽ അനലിറ്റിക്കൽ ആപ്റ്റിറ്റ്യൂഡ്, ദെൻ പാർട്ട് ഡിയിൽ എബിലിറ്റി ടു ഒബ്സർവ് ആൻഡ് ഡിസ്റ്റിംഗ്വിഷ്, അതുപോലെ പാർട്ട് ഇയിൽ ബേസിക് നോളജ് ഓഫ് ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഹിന്ദി, ഇതിലേതൊന്നും മതി. ഓക്കെ, അപ്പോൾ അതൊക്കെ 20 വെയിറ്റേജ് വെച്ചിട്ടാണ് 100 ക്വസ്റ്റ്യൻ 100 മാർക്ക്. ഇനി ഇവിടെ യാതൊരുവിധ നെഗറ്റീവ് മാർക്ക് ഉണ്ടാവില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എല്ലാത്തിനും ആൻസർ ചെയ്യാം. അങ്ങനെയാണെങ്കിലും എക്സാം എഴുതുമ്പോൾ അതിൻ്റെ ഇൻസ്ട്രക്ഷൻ നിങ്ങൾ വായിച്ച് കറക്റ്റ് ഉറപ്പിക്കണം കേട്ടോ, അവിടെ നെഗറ്റീവ് മാർക്ക് ഇല്ല എന്നുള്ളത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് റിട്ടൺ എക്സാമിനേഷൻ കഴിഞ്ഞ് ഡീറ്റെയിൽ ആയിട്ട് മെഡിക്കൽ എക്സാമിനേഷൻ ഉണ്ടാകും. മെഡിക്കലി നമ്മൾ ഫിറ്റ് ഓർ അൺഫിറ്റ് എന്നുള്ള കാര്യങ്ങളാണ് അവിടെ ചെക്ക് ചെയ്യുക. അപ്പോൾ ഇത്രയുമാണ് ഇതിൻ്റെ ഒരു റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സിൽ നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ. ഇനി ഓൺലൈൻ അപ്ലൈ ചെയ്യാൻ നമുക്ക് 2 ഘട്ടമാണ്. ഒന്ന് നമ്മൾ 1 ടൈം രജിസ്ട്രേഷൻ ചെയ്യണം, ഇതിൻ്റെ ആപ്ലിക്കേഷൻ എങ്ങനെയാണെന്നുള്ള കാണിക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യലാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെയും ഒന്ന് ജസ്റ്റ് റീഡ് ചെയ്യാം. SC/ST കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർ തയ്യാറാക്കേണ്ട കേന്ദ്ര സർക്കാർ പർപ്പസിന് സെൻട്രൽ ഗവൺമെൻറ് പർപ്പസിന് തയ്യാറാക്കേണ്ട സർട്ടിഫിക്കറ്റിൻ്റെ മാതൃക ഇതിൽ കൊടുക്കുന്നത് ഇതേ സെയിം മാതൃക ആയിരിക്കണം. OBC കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർ സെൻട്രൽ ഗവൺമെൻറ് പർപ്പസിന് തയ്യാറാക്കേണ്ട സർട്ടിഫിക്കറ്റിൻ്റെ മാതൃക ഇതിലുണ്ട്, ഇതേ മാതൃക ആയിരിക്കണം. EWS ആണെങ്കിൽ അവർ തയ്യാറാക്കേണ്ട മാതൃകയുടെ ഫോർമാറ്റിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയാണ് നോട്ടിഫിക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയാനുള്ളത്. ഇനി നമ്മുടെ വീഡിയോയുടെ താഴെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ലിങ്ക് തരും. അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾ നമ്മുടെ വെബ്സൈറ്റിലേക്ക് ആയിരിക്കും വരിക. നിങ്ങൾക്ക് കാണാം CISF കോൺസ്റ്റബിൾ ഡ്രൈവർ എന്ന് പറഞ്ഞിട്ട് താഴെ സ്ക്രോൾ ഡൗൺ ചെയ്യുക. നിങ്ങൾ ഇമ്പോർട്ടൻറ്റ് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഏറ്റവും താഴോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാം ഇമ്പോർട്ടൻറ്റ് ലിങ്ക്സ്. ഇതിൽ നോട്ടിഫിക്കേഷൻ ഉണ്ടെന്ന് ഡൗൺലോഡ് ചെയ്യാം. അപ്ലിക്കേഷൻ ഫോമിൻ്റെ ലിങ്ക് ഉണ്ട്. ഇവിടെ നിങ്ങൾക്ക് കാണാം കോൺസ്റ്റബിൾ ഡ്രൈവർ CISFൻ്റെ ആമസോണിൽ നിന്ന് വാങ്ങാൻ പറ്റുന്ന ഒരു ബുക്കിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഇതിൽ ക്ലിക്ക് ചെയ്താൽ മതി നിങ്ങൾ കേട്ടോ. ഈ ബുക്കിൻ്റെ പിക്ചറിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ആമസോണിലേക്ക് പോകും, നിങ്ങൾക്ക് അതിൽ നിന്ന് വാങ്ങാവുന്നതാണ്. അപ്പോൾ ഇവിടെ കാണാം അപ്ലിക്കേഷൻ ഫോം എന്നുള്ളടത്ത് ജസ്റ്റ് എന്ത് ചെയ്യാം, നമ്മൾ ഓപ്പൺ ആക്കി കാണിക്കാം. അപ്ലിക്കേഷൻ ഫോം ഓപ്പൺ ആയി വരും. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു ഇൻ്റർഫേസ് വരുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ആദ്യമായിട്ടാണ് വരുന്നതെങ്കിൽ ന്യൂ രജിസ്ട്രേഷൻ എന്നുള്ളത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ ന്യൂ രജിസ്ട്രേഷൻ എന്നുള്ള ക്ലിക്ക് ചെയ്യാം. അങ്ങനെ നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ പേര് അത് വെരിഫൈ ചെയ്യുക, നിങ്ങളുടെ പേര് വീണ്ടും റീടൈപ്പ് ചെയ്യുക. പിന്നെ നമ്മുടെ പേര് മാറ്റിയിട്ടുണ്ടെങ്കിൽ ചേഞ്ച് ചെയ്ത് യെസ് എന്ന് കൊടുക്കുക, പുതിയ ചേഞ്ച് ചെയ്ത പേര് കൂടെ കൊടുക്കുക, ഇല്ലെങ്കിൽ നമ്മൾ നോ കൊടുക്കുക. ഫാദറിൻ്റെ പേര്, മദറിൻ്റെ പേര്, ഇതൊക്കെ നമ്മൾ ബേസിക് ഡീറ്റെയിൽസ്, ഡേറ്റ് ഓഫ് ബർത്ത്, ജെൻഡർ, അങ്ങനെ തുടങ്ങിയുള്ള കാര്യങ്ങൾ ക്യാപ്ചർ കോഡ് അടിക്കുക. എന്നിട്ട് സബ്മിറ്റ് കൊടുത്ത് നമ്മൾ രജിസ്റ്റർ ചെയ്യാണ് വേണ്ടത്. അപ്പോൾ രജിസ്ട്രേഷൻ നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അങ്ങനെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പറാണ് നിങ്ങൾക്ക് കോൺടാക്ട് ഓർ ഓൺലൈൻ ആപ്ലിക്കേഷൻ ടീം എന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണാൻ. നിങ്ങൾക്ക് ഇതിൽ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ വാട്സാപ്പ് നമ്പർ കിട്ടും, അതിലേക്ക് കോൺടാക്ട് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ നമ്മൾ ഓൺലൈനായിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് ഒക്കെ അയച്ചു തന്നാൽ മതി. ഇനി അതെല്ലാം നമ്മൾ ഓൺലൈനായിട്ട് ചെയ്യുന്ന വീഡിയോ വേണമെങ്കിൽ അപ്ലോഡ് ചെയ്യാം. നിങ്ങൾ കൂടുതൽ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നുള്ള വീഡിയോ നമ്മൾ കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഇത്രയാണ് ഈ നോട്ടിഫിക്കേഷൻ റിലേറ്റഡ് ആയിട്ട് പറയാനുള്ളത്. അപ്പോൾ നമ്മുടെ വീഡിയോയുടെ താഴെ ഞാൻ പ്രൊഡക്റ്റിലും ഇതിൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാം. അപ്പോൾ മാക്സിമം നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. അതോടൊപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. താങ്ക്